ചെറുതായിട്ട് അടുത്തേക്കൊന്ന് പോയാൽ പറയുന്നിടയ്ക്ക് ചെറിയ ശബ്ദത്തിന് ചെറിയൊരു കാറ്റുണ്ട്, അതാണ് നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര മലയുടെ മുകളിലല്ലേ. അപ്പോൾ ഈ ചെറിയ പാറ എങ്ങനെയാണെന്നുള്ള മനസ്സിലായില്ലേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ തന്നെ തുടങ്ങാം അല്ലേ. അതെ. അപ്പോൾ നമ്മള് വയനാടിന്റെ ബോർഡർ വീടാണ്, കർണാടകയിലേക്ക് എൻട്രി ചെയ്യാണ് അല്ലേ. കർണാടകയിലേക്ക് എൻട്രി ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മളെ കോവിഡിന്റെ കാലത്തുണ്ടായിരുന്ന ടെസ്റ്റിംഗ് സ്റ്റേഷനാണ്. അതെ, അതൊക്കെ ആന കുത്തി നാശാക്കി അതിർത്തിയിലുള്ള പാലത്തിൽ ഒരു 20 രൂപ ഇവിടെ നമ്മൾ അടയ്ക്കണം. നമ്മളൊക്കെ ഡെയിലി കൈകാര്യം ചെയ്യുന്ന നോട്ട്, അതെ, അവിടെ തുടങ്ങാം. ആ നോട്ടിന്റെ ഭാഗമായിട്ടുള്ള ഒരു എത്ര രൂപ നോട്ട്? 50 രൂപ നോട്ട്. അതാണ് സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥലം ഇപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണെന്നുള്ളത്. ആ സ്ഥലം എന്തായാലും വഴിയെ പോകുമ്പോഴേ നമുക്ക് കാണാം. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരെ മൈസൂർ വരെ നമ്മുടെ ഓൺ വണ്ടി കൊണ്ട് പോകുന്നു. അവിടുന്ന് നമ്മൾ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ വരാം. അല്ലാതെ ഇത് ചിലപ്പോൾ ഒരു 10-18 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ യാത്ര ചെയ്യേണ്ട ഒരു ട്രിപ്പാണ്. അപ്പോൾ എന്തായാലും അത് മുഴുവൻ കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് കാണിക്കാം. അതെ. അപ്പോൾ എന്തുകൊണ്ട് ചെടികളുടെയും പൂക്കളുടെയും വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ചിട്ട് അറിയാലോ. പിന്നെ ഒരേ പാറ്റേണിലുള്ള കണ്ടന്റ് വരുമ്പോൾ ഇടയ്ക്ക് കുട്ടിന് പിന്നെ വീഡിയോ മാത്രമല്ല, നമുക്ക് ഇടയ്ക്ക് യാത്ര ചെയ്തിട്ട് നമ്മൾ കുറെ കാലമായി. നമ്മുടെ സ്ട്രെസ് അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെ യാത്ര മഴക്കാലത്ത് പോകാൻ പറ്റുള്ളൂ, നനയൊക്കെ കഴിഞ്ഞു. നമുക്ക് ചെടികളുള്ളവരായതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമ്മൾ യാത്ര ചെയ്യുന്നത് മുഴുവനും സ്കൂള് തുറന്ന് വെക്കേഷനൊക്കെ എല്ലാവരുടെ അവസാനിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ ആൻഡമാനിൽ പോയതൊക്കെ ഈ ഒരു ടൈമാണ്. അതായത് നമ്മുടെ യാത്രകൾ ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് നമ്മുടെ യാത്രകളൊക്കെ ജൂൺ ജൂലൈയിലാണ് സത്യത്തിൽ. ഭയങ്കരമായിട്ട് മെന്റലി സ്ട്രെയിൻ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തില്ലേ ഒന്ന് ട്രാവൽ ചെയ്തൊന്ന് ഒരു മൈൻഡ് ഫ്രഷ് ആയി കിട്ടും. ഇത് ഇഷ്ടപ്പെടുന്ന ഇടയ്ക്ക് നമ്മൾ വെറുതെ ഗുണ്ടൽപേട്ട പോയി വരാറുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും പച്ചപ്പിന് വേണ്ടി മാത്രം. അതെ. അപ്പൊ യാത്രകൾ വഴിയെ കാണാം. ഈ കാണിക്കുന്നത് വെറും അബദ്ധമാണ്, ആരും ചെയ്യാൻ പാടില്ല, വളരെ ഡേഞ്ചറാണ്. ഒന്നാമത് 2 കാര്യത്തിലാണ് അപകടം. ഒന്ന് മൃഗങ്ങൾ വരും, 2 വലിയ ഫൈനാണ്. 5000 രൂപ ഫൈനൊക്കെ ചോദിക്കും. വണ്ടി ചാവി ഊരിപ്പോകും. നമ്മൾ കഴിയുന്നത്ര ആൾക്കാരോട് ഇങ്ങനെ ചെയ്യരുത് പറയാറുണ്ട്. ചെയ്യുന്നത് കൂടുതലും മലയാളികൾ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളോട് പിന്നെ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതയാണല്ലോ. അതെ. അപ്പോൾ വീഡിയോ കാണുന്നവരെങ്കിലും ഇത് ചെയ്യാതിരിക്കാം. അതെ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകെ കാഴ്ചകൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിനോട് എന്തായാലും കാഴ്ചകൾ നിങ്ങളെ ഒരിക്കലും മുഷിപ്പിക്കില്ല. അത് ഇതാണെങ്കിലും ഇനി ചെടികളുടെ കാഴ്ചകളാണെങ്കിലും. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് കൂടെ കൂടിക്കോളും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകും. റെയിൽവേ സ്റ്റേഷനിലെത്തി 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഗ്രൂപ്പ് ഇതാണ് 4S. അപ്പം സെക്കൻഡ് AC ആണ്. നമ്മൾ ഇങ്ങനെ കയറുന്നു സെക്കൻഡ് ACയിലേക്ക്. കയറി 4 പേരാണ് ഒരു സ്ഥലത്തുണ്ടാവുക. നമ്മളത് ആദ്യം ഇവിടെ വന്ന് നിന്നിട്ട് പോയതാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഇതാ അജാൻ ബഹു. പുറത്തുനിന്ന് കാണുന്നില്ലല്ലേ? അപ്പം അത്യാവശ്യം നല്ല കുഴപ്പമൊന്നുമില്ല, നീറ്റാണ്. ഇത് നമുക്കുള്ള ഇതായിരിക്കും അല്ലേ. നമ്മളുടെ നേരത്തെ ഇത് 2 ബെഡ്ഷീറ്റാണ് അല്ലേ. യെസ്, സംഭവം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല നീറ്റാണ്, വൃത്തിയുണ്ട്. അങ്ങനെ നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എടുത്തു. കൃത്യസമയം കറക്റ്റ് 6:50 കറക്റ്റ് 6:50 എടുത്തിട്ടുണ്ട്. എന്തായാലും യാത്രയൊക്കെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത്യാവശ്യം കാപ്പിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ മാക്സിമം ഇതൊന്നും കഴിക്കാതെ നോക്കുന്നത്. പറ്റുള്ളൂ. അതെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിണ്ടാവും. നാളെ തൊട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായിണ്ടാവും അല്ലേ. സ്ഥലമല്ലേ, സ്ഥലം പറയും നമ്മളെന്താ. നല്ല ചിക്കൻ കറിയും ചപ്പാത്തിയും പത്തിരിയും ചിക്കൻ കറിയും. എന്തൊക്കെ കുറേ ചിക്കൻ കറി, ചപ്പാത്തി, പത്തിരി, പിന്നെ ചിക്കൻ കറി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ഇന്ത്യൻ റെയിൽവേൻ്റെ അല്ല. പക്ഷെ അടിപൊളി. അപ്പോൾ നമ്മൾ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. ഒരു
1800-2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സുഖമായിട്ട് ഒരു 24 പ്ലേസ് അല്ലേ? നെയിം ഗംഗാധർ. ഓട്ടോറിക്ഷാന്റെ വ്യത്യാസം എന്താ? അതായത് നമ്മൾ കേരളം വിട്ടിട്ട് പക്ഷെ കേരളത്തിൽ ഓട്ടോറിക്ഷനെക്കാട്ടി വൃത്തി അവിടെ കുറച്ച് ഓവറാണോ കളറ് നല്ല കോമ്പിനേഷൻ, ഓവർ കളറില്ല. പിന്നെ ഭൂപ്രകൃതിയൊക്കെ പറയുകയാണ് എന്താ സ്ഥിതി? ഏതാ ഭൂപ്രകൃതി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പൊ കണ്ടിടത്തോളം നമ്മളെ കർണാടക പോലെയൊക്കെ തന്നെയല്ലേ ഫീൽ? കർണാടക തന്നെയാണ്, എങ്കിലും ഇത് ഇങ്ങേ അറ്റത്തെത്തി അല്ലേ? നമ്മളൊരറ്റത്താണ് നമ്മൾ ബോർഡർ ചെയ്യുന്നത്. നമ്മളെ ബോർഡർ ഒരറ്റത്താണുള്ളത്. അതെ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ക്രോസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. വേട്ട ഒരറ്റാണെങ്കിൽ അതെ, എല്ലാവരും 2 ദിവസം എന്തായാലും താമസിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ റൂം ഓട്ടോറിക്ഷക്കാരൻ സെറ്റാക്കിയിട്ടുണ്ട്. എന്ത് രൂപ? കുഴപ്പമില്ല. ടോയ്ലറ്റ് ഓക്കെയാണ്. സമയം പോലെ ഭീരുപാക്ഷ ടെമ്പിൾ ഒരു എന്തോ ഒരു ചരിത്രങ്ങൾ പറയാനുണ്ടാവില്ലേ ഈ കൽമണ്ഡപങ്ങൾക്ക്? വലിയ വലിയ കഥകളുണ്ടാവും. പിന്നെ ഇപ്പൊ ഇതിന്റെ പുറകുവശത്തായിരുന്നു, ഇവിടെ കാണുന്ന സ്ഥലമായിരുന്നു ഇവിടുത്തെ പഴയ മാർക്കറ്റ് ഇല്ലേ? മെയിനായിട്ട് ഗോൾഡ് ആൻഡ് സിൽവർ മാർക്കറ്റ്. ഗോൾഡൻ സിൽവർ മാർക്കറ്റ് ആയിരുന്നു നൂറ്റാണ്ടിന് മുമ്പ്. ഇപ്പോൾ ഉള്ളത് ഇങ്ങോട്ട് അല്ലേ? അത് 10 മണിക്ക് ശേഷമാണ് ഓപ്പൺ ആവുകയെന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പോൾ സമയം എത്ര ആയിട്ടുള്ളത്? സമയം 8:30. അപ്പോൾ വന്ന് കാണുമ്പോൾ വെറുതെ ഓടിച്ച് കണ്ടു പോവാതെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും അല്ലേ? കല്ലുകൾ നോക്ക്, ഒരു കോൺക്രീറ്റോ കമ്പിയോ ഒരു സംഭവം ഇല്ലാതെ ഇത്ര ഏരിയയിലാണ് നിൽക്കുന്നത്. നോക്ക്, വിസ്മയം. കുരങ്ങൻ മറ്റേ സിംഹവാലൻ കുരങ്ങനാണ്. എന്തൊക്കെ പറഞ്ഞാലും സംഭവമല്ലേ? എത്ര ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടാവില്ല ഇപ്പോൾ ഇത്രയും ചുരുങ്ങി കാണുന്നത്? അല്ല, ഒരുപാട് ആ പുറകിലേക്ക് അങ്ങ് കാണുന്നൊക്കെ ക്ഷേത്രങ്ങൾ തന്നെ കേട്ടോ. വിരൂപാക്ഷ ടെമ്പിൾ ശരിക്കും നമ്മുടെ ജൈനക്ഷേത്രമോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കോട്ട എന്നൊക്കെ പറയുന്ന അവർക്ക് ഒരു ചെറിയ പോർഷൻ കല്ലിൽ കാണുമ്പോൾ പോലും നമുക്ക് അതിശയമാണ്. 10-20 ഏക്കറിന് മുകളിൽ സ്ഥലത്ത് ഫുള്ള് കല്ല് മാത്രം, അതായത് ഒരു സിമെൻറ്റോ മണലോ ഇല്ലാത്ത കാലത്ത് ഇത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓരോരുത്തർ ഇങ്ങനെ ധ്യാനിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്, പേപ്പർ വായിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിശയിപ്പിക്കുന്ന സ്ഥലം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം അത്ര മനോഹരമാണ്. എവിടെ നോക്കിയാലും അതിശയമാണ്. കല്ലുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നല്ല മനോഹരമായ നല്ല കളറില്ല ചുവട, നല്ല പച്ച കളറും അതുപോലെ അതിൻ്റെ റിഫ്ലക്ഷൻ എന്താ പറയുക, ആ ക്ഷേത്രത്തിൻ്റെ ഒരു മേൽഭാഗത്തിൽ റിഫ്ലക്ഷൻ ശരിക്കും ഇതിലേക്ക് ഇങ്ങനെ അടിക്കും. അപ്പോൾ ഈ ടൈമൊക്കെ കണക്കാക്കുന്നതൊക്കെ ശരിക്കും പഴയ ആൾക്കാർക്കാണ് അറിയാൻ സാധിക്കും അല്ലേ? ഓരോ ഇതിൻ്റെ നിഴലിനനുസരിച്ച്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തോടു കൂടി നല്ല ഭംഗിയുണ്ട് കാഴ്ച. ഒരുപാട് കല്ല് തന്നെയാണ് മെയിൻ അല്ലേ? ഭയങ്കര ഒരു കല്ലിൻ്റെ ഒരു വല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. ഏറ്റവും പഴയതാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്ക്, ആ ഒരു വൈറ്റ് എവിടെ കിലോമീറ്ററുകൾ അങ്ങ് അപ്പുറമൊക്കെ കണ്ടോ? അത്രത്തോളം സ്ഥലങ്ങളിലൊക്കെ ഇത് തന്നെയാണ്. കല്ലിൽ കൊത്തിച്ചിട്ട് നോക്ക്, ശരിക്കും എന്താ പറയുക, എത്ര കാലം പഴക്കമുള്ള ഒരു പുളിയോ കാര്യങ്ങളോ മെഷീനറീസ് ഒന്നുമില്ലാതെ സെറ്റ്. സർപ്പങ്ങളുടെ വിവിധങ്ങളായ വലിപ്പം, ഷേപ്പ്, അതിൻ്റെ വിവിധങ്ങളായ സംഭവങ്ങളാണ്. ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ട് പലതും പല ഡിഫറെൻറ്റ് ഷേപ്പുകളുള്ളത്. ഹെഡ് വ്യത്യാസമുള്ളത്, ചെറുത് വലുത്, ഒരുപാട് തലകളുള്ളത്, അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങ് നോക്കുമ്പോൾ അല്ലേ എന്തൊരു മനോഹരമാണ് അല്ലേ? ശരിക്കും ആ ഒരു ആനയുടെയൊക്കെ ഷേപ്പിലൊക്കെ ഫേസ് ചെയ്ത പോലത്തെ വെറുതെ ഇരിക്കുന്ന കല്ലുകൾക്ക് പോലും രസമല്ലേ?
ശരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വലിപ്പത്തിലാണ് ഇതുള്ളത്. നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല ഉള്ളത് അല്ലേ. എത്രത്തോളം വലിപ്പത്തില്ല, നമുക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതിപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇത് എത്ര നിലയുണ്ടാവും ഏകദേശം? 2, 4, 6, 10 ബിൽഡിങ്ങിൻ്റെ വീടുണ്ടാവും. 10 മുകളിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അത് ഇതൊന്നും ഇപ്പോൾ ഈ വാർപ്പിലല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഏത് കാലത്ത് ചെയ്തു എന്നതാണ് ഇതിൻ്റെ പ്രസക്തി. അവിടുന്ന് മനോഹരമായ ആ ക്ഷേത്രങ്ങളും ഇതൊക്കെ കഴിഞ്ഞിങ്ങ് വരുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ ശിവേട്ട സ്കൂളിലൊക്കെ പഠിച്ച തുംഗഭദ്ര നദി ഇതാ ഈ കാണുന്നതല്ല, അതെ ഇങ്ങോട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഏരിയ ആണ്. പക്ഷെ ആ പർട്ടിക്കുലർ സ്ഥലം ആണോന്ന് അറിയില്ലല്ലോ ശിവേട്ട. നദി അത് തന്നെയാണ്. ഇനി പിന്നെ ഡാം ഉണ്ട്. ഡാം നമ്മൾ ട്രെയിൻ ഇറങ്ങിയ ഡാം കുറേ അപ്പുറത്താണ്, ഒരു 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അല്ലേ. നമ്മൾ ട്രെയിൻ ഇറങ്ങിയില്ല ഹോസ്പിറ്റൽ. അതെ ഹോസ്പിറ്റലാണ് തുംഗഭദ്ര നദീന്റെ. പക്ഷെ എന്തായാലും ക്ഷേത്രത്തിനോട് ചേർന്ന് കിടന്ന് ഇതിൽ നിന്നുള്ള കല്ലുകളായിരിക്കാം ഒരു പരിധി വരെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക അല്ലേ. ഇത് മുഴുവൻ കല്ലാ കാണുന്നത്. ഇത് ഇപ്പോഴിത് ഇവിടെ പുതിയതായിട്ട് കീറിയിട്ടിട്ട് കണ്ടോ കല്ല്. അതെ, എന്തായാലും വല്ലാത്തൊരു കാഴ്ച. ഫുൾ മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറും. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ഇങ്ങനെ ഇവിടം വരെ അല്ലേ. വെള്ളം ഇത് മുഴുവനായിട്ട് കയറും, ഇങ്ങോട്ട് ഫുള്ളായിട്ട് കയറി വരും വെള്ളം. അതിന്റെ പുറകിൽ അങ്ങോട്ട് കാണും എല്ലാം കല്ല് തന്നെ. തുംഗഭദ്ര നദീനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, വലിയൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സുർക്കിയും അതുപോലെ തന്നെ നമ്മുടെ കല്ലും ഉപയോഗിച്ച് പണിത ഡാം ഈ നദിയിലാണുള്ളത്. രണ്ടാമത് എവിടെയാണെന്നറിയോ? എവിടെയാ? രണ്ടാമത് നമ്മുടെ സ്വന്തം നാട്ടിൽ, അതായത് നമ്മുടെയൊക്കെ നെഞ്ചിൽ തീയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമാണ് രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സുർക്കിയും കല്ലും മാത്രം ഉപയോഗിച്ച് കെട്ടിയിട്ടുള്ള ഡാം. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഡാമിന്റെ അടുത്തേക്ക് പോവാം. അറിയില്ല, ആ നദിയാണ് ഇതിന്റെ ഇവിടുന്ന് അങ്ങോട്ടാണ് തുംഗഭദ്ര റിവർ. അതെ. അപ്പോൾ മൂന്നാമത്തെ സ്ഥലമാണിത്. ഒന്ന് വിരൂപാക്ഷി ക്ഷേത്രം കണ്ടു, പിന്നെ തുംഗഭദ്ര റിവർ കണ്ടു. ഇത് ഒരു ഇതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അമ്പലങ്ങളുടെ ഒരു കൂട്ടമുള്ള സ്ഥലമാണ്. എത്രയോ വർഷം AD 9-ാം നൂറ്റാണ്ട് തൊട്ട് 15-ാം നൂറ്റാണ്ട് വരെ സജീവമായിട്ടുണ്ടായിരുന്ന. പക്ഷെ ഇപ്പൊ പൂജയോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ട് ഇങ്ങനെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നു. എനിക്ക് കണ്ട സ്പെഷ്യാലിറ്റി തോന്നിയത് ദർശിവട്ട, ഇവിടെ ഷെയ്പ്പ് ചെയ്ത കല്ലും ഷെയ്പ്പ് ചെയ്യാത്ത കല്ലുകളും വെച്ചിട്ടുണ്ട്. 4 പില്ലറും 4 ടൈപ്പിലാണ്. അപ്പോൾ ഒരു പില്ലർ ശരിക്കും വർക്ക് ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഷേപ്പ്ലെസ് കല്ല് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും നിലയൊക്കെ വെച്ചിട്ട് കൊത്തി ഉണ്ടാക്കിയിട്ടായിരിക്കും. ഇപ്പോൾ 4 ഷേപ്പ് ചെയ്തതിന് ശേഷമാണ് അതിൽ കൊത്തുന്നതെന്ന് എനിക്ക് തോന്നിയത്. അത് കണ്ടപ്പോൾ തോന്നിയതാണ്. അത് കംപ്ലീറ്റ് പൂർണ്ണതയുണ്ട് അത് കാണാനേ. അതെ, ആ പൂർണ്ണത ഇതിലേക്ക് ഇല്ലല്ലോ. ഇല്ല, അത് അല്ല, അതൊരു മോഡൽ പോലെ വെച്ചിട്ടുള്ള 4 പില്ലർ 4 ടൈപ്പിലാണ് നല്ല ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണം എന്നൊന്നും അറിയില്ല. ഇതിന്റെ പുറത്തിരിക്കുന്ന ഒരു കല്ല് പുതിയതാണ്, നമ്മളായിട്ട് കൂട്ടിച്ചേർത്ത പോലെ ഉണ്ട്. കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ലീക്കില്ല എന്നുള്ളതാ. എന്താ ഒരു സൈസ് നോക്ക്, നമ്മൾ നിന്ന് കഴിഞ്ഞാൽ കാണണം. മുകളിലേക്ക് ഒന്ന് നോക്കി നോക്ക്, ഉയരം ഭയങ്കരാണ്. എന്താ ശരിക്കും ഇങ്ങനെ ഞാൻ ഈ തൂണിന്റെ ഈ ഇവിടെ വരെ, അതായത് ഇങ്ങനെ കുറച്ച് വിട്ട് കാണുമ്പോഴാണ് കണ്ടോ, മനസ്സിലായോ? ഇങ്ങനെയാണ് അവസ്ഥ. ഒരു കല്ലിന്റെ തൊട്ട് താഴെയായിട്ട് നോക്കി ഒരു കേവ് പോലൊരു ഇതുണ്ടാക്കി വെച്ചിട്ട് കാണുന്നുണ്ടോ? ഒരു ഗുഹ അല്ലേ? ആ ഗുഹയിലൊരു വീട്, ശരിക്കും ഒരു ക്ഷേത്രം തന്നെ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഹംപിയിലേ മെയിനായിട്ട് കാണാനുള്ളൊരു സംഗതി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇവിടെ കറക്റ്റായിട്ട് വൃത്തിയിൽ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാം ഇവിടെ കാണാം. 24 ഡെസ്റ്റിനേഷൻ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇതിൽ നോക്കിയാൽ ഏകദേശം മാപ്പുകൾ കിട്ടും. അപ്പോൾ നമുക്ക് ആരെയും പറ്റിക്കപ്പെടാതെ രക്ഷപ്പെടാൻ പറ്റും. ഒരു ഒറ്റ കല്ലാണ് അല്ലേ? അതിൽ ഒറ്റ കല്ലാണ്. അതിന് മേലൊക്കെ കട്ട കെട്ടിയിട്ടുള്ള കട്ടേൻ്റെ പാടൊക്കെ കാണുന്നുണ്ട്. അതല്ല വിഗ്രഹം ഒറ്റ കല്ലാന്ന് തോന്നണേ. പിന്നെ അത് കറക്റ്റാ. ഹൈറ്റാണ് പ്രത്യേകത. ഞാൻ നോക്കി എല്ലാ സാധനവും വലിയ നല്ല ഹൈറ്റും ആദ്യം ചെയ്ത വർക്ക് പോലെ തന്നെ. അത് ഇങ്ങനത്തെ സംഭവത്തിൽ ഇത് അതിനെ തൊപ്പി പോകും. പോയി എപ്പോഴാ നോക്കിയത് അല്ലേ? കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥ. വെയിലെങ്കിലും ചൂടുണ്ട് കേട്ടോ. ഇങ്ങനല്ല, ഇവിടെ ഈ വെയിൽ പൊള്ളിയിട്ട്. അതെ, ഇവിടെ നായ്ക്കളെ കാഴ്ച നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ്. നല്ല പച്ചപ്പായി. സാധാരണ കാണുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പുരാവസ്തു ഏറ്റവും ഹൈറ്റ് കൂടിയതാണ് ഇവിടെ ഉള്ളത്.
നമ്മൾ കാണാത്ത കുറേ ക്ഷേത്രഭാഗങ്ങൾ. ശരിക്കും പുരാവസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ മാത്രം ചിലവഴിക്കാണ്ടില്ല ഒരു സ്ഥലത്ത്. എന്നൊക്കെ പറഞ്ഞാൽ ഈ പഴയ സ്റ്റെപ്സുകൾ കുറേ ഉണ്ട്, പക്ഷെ പുതുക്കിയ സ്റ്റെപ്പുകൾ ശിവേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെന്നുള്ള പഴയ സ്റ്റെപ്പുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ ആ പുറകിലേക്ക് നോക്കുക, അതിൻ്റെ ഒരു മുഖമണ്ഡപം പോലെ സംഭവം വെച്ചിട്ട് അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇതുണ്ടോ കുറേ സ്ഥലത്ത് ഇങ്ങനെ കൊടിമരം പോലെ ഭയങ്കര ഹൈറ്റിൽ. ഇതിനൊക്കെ എന്തെങ്കിലും കർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കറിയാത്തതുകൊണ്ടായിരിക്കും. അതെ, അല്ല ഒരെണ്ണതേ അത് കണ്ടോ, ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ പുറകിൽ കണ്ടോ ഇതുപോലെ ഒരു തൂണ് കണ്ടോ, നോക്ക് കാണുന്നുണ്ടോ? ഇതിനൊക്കെ എന്തെങ്കിലും പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാവുമായിരിക്കും. ഈ മരത്തിന് തന്നെ എത്ര പ്രായം ഉണ്ടാവും? തീർച്ചയായും അല്ലേ, 100 കണക്കിന് വർഷം പഴക്കമുണ്ടാവാൻ. ഇത് നോക്ക്, അന്നും കലാപരമായിട്ട് അന്നത്തെ കാലത്ത് പോലും എത്ര മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ട് നോക്കി. ആഞ്ജനേയ ടെമ്പിൾ എന്തായാലും സൂപ്പർ കേട്ടോ. ഇവിടെ നോക്ക് എല്ലോറ പോലെ. നമ്മൾ താഴെ നേരത്തെ നോക്കിയപ്പോൾ കണ്ടില്ലേ? അതെ അതെ അതെ, അമ്പലത്തിൽ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ശരിക്കും കല്ല് കുഴിച്ചെടുത്ത പോലെ ഇല്ലേ? അതെ അല്ലേ? അതെ, ചെറിയൊരു ചെറുതാൻ്റെ അടുത്തേക്ക് പോയാൽ പറയുന്ന ഇടയ്ക്ക് ചെറിയ ശബ്ദത്തിന് ചെറിയൊരു കാറ്റുണ്ട്, അതാണ് നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര മലയുടെ മുകളിലല്ലേ. അപ്പോൾ ഈ ചെറിയ പാറ എങ്ങനെയാണെന്നുള്ള മനസ്സിലായില്ലേ? ഇതാണ് കേട്ടോ ചെറിയ പാറ. ആ മുകളിലോട്ടൊന്ന് കാണിച്ചേ, എന്നിട്ട് താഴേക്കൊന്ന് കാണിക്ക്. ഞാനിതിനുള്ളുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇവിടെ ഇരിക്കാനുള്ള ഒരു രസത്തിലുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ തിരക്ക് കൂട്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്ന ഒരു മാർക്കറ്റിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയും. 13-ാം നൂറ്റാണ്ട് മുതൽ 15 വരെയുള്ള കാലഘട്ടത്തിൽ വെജിറ്റബിൾ മാർക്കറ്റ് എൻ്റെ വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് സ്പൈസ് മാർക്കറ്റ് വരുന്നു. പോലും എനിക്ക് തോന്നുന്നു ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഉണ്ടാവും ഇങ്ങനെ. ഞാനൊരു ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതും വെറുതെ ഗസ്റ്റ് ഹൗസിന് മുമ്പിലല്ല, ചന്ദനം പൊതിഞ്ഞ ഒരു ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ. ലോകത്തിൽ ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തായിരുന്നു 15-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഉയരത്തിലോ മലയുടെ മുകളിലൊക്കെയാണ് കൊണ്ട് സ്ഥാപിക്കാറുള്ളതെങ്കിലും ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് ഭൂമിയിൽ നിന്ന് താഴേക്കാണ്. ചുറ്റും വെള്ളത്തിൽ തന്നെയാണ് അല്ലേ? നമ്മൾ റിസർവ് ബാങ്കിന് മുമ്പിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. റിസർവ് ബാങ്ക്, രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ഇപ്പം ഇതും ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആര്യവേപ്പിൻ്റെ ചോടം നോക്ക്. ലോട്ടസ് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. കാലിൽ കയറിയുണ്ട് അതൊക്കെ അത്ഭുതം കൂടി. 1-ാം നൂറ്റാണ്ടിൽ ഇപ്പം ഏകദേശം വർഷം ഒന്ന് ചിന്തിച്ചോ. മനോഹരമായ ഒരു കല്ലിൻ്റെ ഇത് സെയിം കളർ തന്നെയാണ് കേട്ടോ കല്ലിന്, പക്ഷേ ഇതിൻ്റെ മുകളിലേക്കില്ല. രാജ്ഞിയുടെ സ്വിമ്മിംഗ് പൂളാണത്. സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പോലെയല്ല, എല്ലാ ദിവസവും നിറയ്ക്കുകയും എല്ലാ ദിവസവും വെള്ളം ഒഴിവാക്കുകയും ചെയ്യും. ഏകദേശം 30 കിലോമീറ്റർ ദൂരമുള്ള തുംഗഭദ്ര ഡാമിൽ നിന്നാണ് ഈ വെള്ളം കൊണ്ടുവന്നത് ഈ പാത്തിയിലൂടെ ചാടിച്ച്. നമ്മളെ വീഡിയോയിലെ ആ ക്ഷേത്രത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ പാത്തിയിൽ വെള്ളം കൊണ്ടുവന്നില്ലേ, അതേ സിസ്റ്റത്തിൽ തന്നെയാണ് ഇവിടെ. ഒരു 600-700 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും മിഷണറീസും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ശരിക്കും നോക്കിക്കോ, കാണുന്നില്ലേ? യെസ്.